കണ്ണൂർ തോട്ടള ITIയിൽ KSU പ്രവർത്തകരെ മർദ്ദിച്ച SFI പ്രവർത്തകൻ അറസ്റ്റിലായിട്ടുണ്ട്. പോളിടെക്നിക് വിദ്യാർത്ഥിയായ അമൽ ബാബുവാണ് അറസ്റ്റിലായത്. ഫെലിക്സ് വിവരങ്ങളുമായി ചേരുന്നു. ഫെലിക്സ്, എപ്പോൾ എവിടെ വെച്ചാണ് അറസ്റ്റ് ചെയ്തത്? തോട്ടട ITI സംഘർഷവുമായി ബന്ധപ്പെട്ട ആദ്യത്തെ അറസ്റ്റാണ് ഉണ്ടായിരിക്കുന്നത്. KSU പ്രവർത്തകരെ മർദ്ദിച്ച് SFI പ്രവർത്തകൻ പോളിടെക്നിക്കിൽ പഠിക്കുന്ന അമൽ ബാബുവിനെ ഇന്നലെയാണ് പോലീസ് കസ്റ്റഡിയിലെടുത്തത്. ഇന്ന് രാവിലെ അറസ്റ്റ് രേഖപ്പെടുത്തുകയും ചെയ്തു. പാനൂർ സ്വദേശിയാണ് അമൽ ബാബു. ITIയിലാണ് സംഘർഷം നടന്നതെന്നത് നമുക്കറിയാവുന്ന കാര്യമാണ്. അപ്പോൾ ITIയിൽ നടന്ന സംഘർഷത്തിൽ പോളിടെക്നിക്കിലെ ഒരു വിദ്യാർത്ഥിയാണ് അറസ്റ്റിലായിരിക്കുന്നത് എന്നതാണ്. SFI പ്രവർത്തകനാണ്. അതായത് ITIയോട് ചേർന്നാണ് പോളിടെക്നിക്കും ഉള്ളത്. അപ്പോൾ ITIയിൽ ഇങ്ങനെ ഒരു സംഘർഷം നടന്നപ്പോൾ പോളിടെക്നിക്കൽ SFI പ്രവർത്തകർ വരെ ഇവിടെ എത്തി ഈ ITIയിൽ ഉള്ള KSUക്കാരെ മർദ്ദിക്കുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടായിട്ടുണ്ട്. വധശ്രമം കുറ്റം ചുമത്തിയാണ് ഈ പ്രവർത്തകർക്കെതിരെ 17 പ്രവർത്തകർക്കെതിരെ കേസെടുത്തിരുന്നു. അതിൽ 12 പേർ SFI പ്രവർത്തകരും 5 പേർ KSU പ്രവർത്തകരുമാണ്. ആ 12 പേരിൽ ഒരാളുടെ അറസ്റ്റാണ് ഇപ്പോൾ പോലീസ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഒപ്പം തന്നെ ഇന്ന് സർവകക്ഷി യോഗം ചേരുന്നുണ്ട്. ITI അടച്ചിട്ടിരിക്കുകയാണ് അനിശ്ചിതകാലത്തേക്ക്. എപ്പോൾ തുറക്കും, തുറന്നാൽ എങ്ങനെ പോകണം, സംഘടനാ പ്രവർത്തനം തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ ഒരു തീരുമാനം ഇന്ന് ചേരുന്ന സർവകക്ഷി യോഗത്തിൽ കൂടി ഉണ്ടാകും. കണ്ണൂർ ITI സംഘർഷത്തിൽ ആദ്യത്തെ അറസ്റ്റ് ഉണ്ടായിരിക്കുന്നു. തൊട്ടടുത്ത പോളിടെക്നിക്കിൽ, തൊട്ടപ്പുറത്തുള്ള മതിലിനപ്പുറത്തുള്ള പോളിടെക്നിക്കിൽ നിന്ന് വന്ന് KSUക്കാരെ മർദ്ദിച്ച SFI പ്രവർത്തകനാണ് ഇപ്പോൾ അറസ്റ്റിലായിരിക്കുന്നത്.